ടീച്ചബിൾ മെഷീൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഗൂഗിളിൻ്റെ ടീച്ചബിൾ മെഷീൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ട് ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് പോലും ഉപയോഗിക്കാതെ നമുക്ക് എങ്ങനെ ഒരു ഡോഗ് ക്യാറ്റ് ക്ലാസിഫിക്കേഷൻ നടത്താം. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിനകത്ത് ക്ലാസ് 1 ഇവിടെ ഒരു പെൻ കാണുന്നില്ലേ, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങൾ എന്താണ് ഇപ്പം ഞാൻ ഡോഗിനെയും ക്യാറ്റിനെയും തമ്മിൽ ക്ലാസിഫൈ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം മെഷീനെ പഠിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഡോഗ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡോഗ് എന്ന് കൊടുത്തു. ഇനി അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുക, അതായത് ഇവിടുത്തെ അപ്ലോഡ് ഓപ്ഷൻ വഴി ഞാൻ ഡോഗിൻ്റെ ഇമേജുകൾ 1 by 1 അപ്ലോഡ് ചെയ്യുക. ഇനി ഞാൻ ഇവിടെ ക്യാറ്റിനെ പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ എന്ത് ചെയ്യുക, ക്യാറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ആ ലേബലിനകത്ത് ക്യാറ്റ് എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് ഞാൻ ക്യാറ്റിൻ്റെ ഇമേജുകൾ ഇവിടെ അപ്ലോഡ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ട്രെയിൻ ദ മോഡൽ. ഓക്കെ, അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് ട്രെയിൻ ദ മോഡൽ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മോഡൽ പഠിച്ച മോഡലിനെ എക്സ്പോർട്ട് ചെയ്ത് പിന്നീട് നമ്മുടെ ഇതിന് ഉപയോഗിക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ടെസ്റ്റ് ഡേറ്റ കൊടുത്തിട്ട് ക്ലാസിഫൈ ചെയ്യാനും പറ്റും. ഇതിപ്പോൾ ഡോഗും ക്യാറ്റും അല്ല, ഇനി നമുക്ക് വേറെ അനിമൽസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ക്ലാസ് ഉപയോഗിച്ചിട്ട് വേറെ എന്ന് വെച്ചാൽ മൾട്ടി ക്ലാസ് പ്രോബ്ലവും അതേപോലെ തന്നെ ബൈനറി ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും 2 ക്ലാസ്സുകളെ ഉള്ളെങ്കിലും അല്ലെ ഒന്നിൽ കൂടുതൽ ക്ലാസ്സുകളെ ഉണ്ടെങ്കിലും എല്ലാം നമുക്ക് ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ടൂളിൽ നമ്മൾ ഒരു കോഡും റൈറ്റ് ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് അതാത് ഇപ്പോൾ ഡോഗിനെ പറ്റിയുള്ള ഇമേജാണ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഡോഗിൻ്റെ ഇമേജ് ഡോഗ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുക. ക്യാറ്റിനെ കുറിച്ച് പഠിപ്പിക്കുകയാണെങ്കിൽ ക്യാറ്റിൻ്റെ ഇമേജ് അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ അത് ഡിസീസ് ആണെങ്കിൽ നിങ്ങൾ ഡിസീസിന് കറസ്പോണ്ടിങ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾ ഇവിടെ ട്രെയിൻ ചെയ്യുക. ഇതെല്ലാം അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ മോഡൽ എനേബിൾ ആവും, ട്രെയിൻ ചെയ്യും. പിന്നെ ഒരു ടെസ്റ്റ് ഓപ്ഷനും നമുക്ക് തരും. പുതിയൊരു ഇമേജ് കൊണ്ടുവന്ന് കഴിയുമ്പം ഈ മോഡൽ അത് ഡോഗ് ആണോ ക്യാറ്റ് ആണോ എന്ന് പ്രെഡിക്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് നിങ്ങൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം ചെയ്താൽ മതി. ഗൂഗിളിനകത്ത് ടീച്ചബിൾ മെഷീൻ ഫോർ ഇമേജ് ക്ലാസിഫിക്കേഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. നിങ്ങൾ കറസ്പോണ്ടിംഗ്ലി ഈ ഒരു URL എത്തും. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി.